കോൺഗ്രസ് മുതിർന്ന നേതാവും മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായിരുന്ന എ.കെ. ആന്റണി ബി.ജെ.പിയെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് മറുപടി നൽകി. ബി.ജെ.പി വർഗീയ പാർട്ടിയല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യ അയൽ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നായേനെ എന്നായിരുന്നു ആന്റണിയുടെ പരാമർശം. കഴിഞ്ഞ 12 വർഷങ്ങളായി കേന്ദ്രത്തിൽ ഭരിക്കുന്നത് ബി.ജെ.പിയാണ്. 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആദ്യമായി ബി.ജെ.പി സർക്കാർ അധികാരത്തിലെത്തുന്നത്. 2019 2024 തുടർച്ചയായി ജനവിധി നേടി മൂന്നാം തവണയും സർക്കാർ രൂപീകരിച്ചു. ഈ കാലയളവിൽ രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യ സംവിധാനങ്ങളും നിലനിൽക്കുന്നുണ്ടെന്ന വസ്തുതയാണ് ആന്റണി ചൂണ്ടിക്കാട്ടിയത്. 1947 ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ബംഗ്ലാദേശ് 1971 പാകിസ്ഥാനിൽ നിന്ന് വേർപിരിഞ്ഞ് രൂപം കൊണ്ടത്. ഈ രാജ്യങ്ങളിലെ ഭരണഘടനയും നിയമവ്യവസ്ഥയിലും മതത്തിന് പ്രാധാന്യമുണ്ട്. ഇന്ത്യക്കാകട്ടെ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രമായി തുടരുന്നു. ഭരണഘടനയുടെ ആഭിമുഖ്യത്തിൽ തന്നെ മതനിരപേക്ഷത ഉറപ്പിച്ചിട്ടുണ്ട്. എ.കെ. ആന്റണി കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായും കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായിരുന്നു. 2006 മുതൽ 2014 വരെ UPA സർക്കാരിൽ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്തു. നിലവിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ 4 പതിറ്റാണ്ടിലേറെ പരിചയമുള്ള നേതാവാണ് അദ്ദേഹം. ബി.ജെ.പിയെ വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കുന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടി എന്ന നിലയിലാണ് ആന്റണിയുടെ പരാമർശം ശ്രദ്ധിക്കപ്പെട്ടത്. കഴിഞ്ഞ 12 വർഷത്തെ ഭരണത്തിൽ ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങൾക്ക് കോട്ടം തട്ടിയിട്ടില്ലെന്നും എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. രാജ്യത്ത് ബി.ജെ.പിക്കെതിരെയും അനുകൂലമായും ശക്തമായ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ട്. മതസ്വാതന്ത്ര്യം, സാമൂഹിക നീതി, വികസനം തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ചയുടെ കേന്ദ്രം. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിന്റെ പ്രസ്താവന രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായി. രാജ്യത്തിന്റെ ഐക്യവും മതനിരപേക്ഷയും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അഭിപ്രായപ്പെടുന്നു. അതേസമയം അത് നേടിയെടുക്കാനുള്ള വഴിയെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.